സംസ്ഥാന ബഡ്ജറ്റിൽ ഈ റോഡിന് 33 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞ് ഇത് പത്രത്തിൽ വന്ന വാർത്തയാണ്. KJ തോമസിനും K രാജേഷിനും അഭിവാദ്യങ്ങളെന്ന് അർപ്പിച്ച് ഇത് പത്രത്തിൽ വന്ന വാർത്തയാണ്. ഫ്ലെക്സ് ബോർഡുകളും ഈ നാട്ടിലെല്ലാം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഇത് എൻ്റെ മുമ്പിലിരിക്കുന്ന ബഡ്ജറ്റാണ്. ഇത് ബഡ്ജറ്റ് പ്രസംഗമാണ്. ഇത് ഭരണാനുമതി ഉള്ള വർക്കുകളുടെ കോപ്പിയാണ്. നിങ്ങൾക്ക് പരിശോധിക്കാം. 33 കോടി രൂപ ഈ വർക്കിന് അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം നടക്കുന്നത്. ഞങ്ങൾ എവിടെയും തപ്പിയിട്ട് ഈ റോഡിന് 1 രൂപ പോലും ഈ ബഡ്ജറ്റിൽ അനുവദിച്ചായി കണ്ടിട്ടില്ല. ഈ റോഡിന് 33 കോടി രൂപയുടെ എസ്റ്റിമേറ്റ്, മുണ്ടക്കയം മുതൽ എളങ്കാട് വാഗമൺ വരെ 33 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചു എന്നുള്ളതും സത്യമാണ്. എങ്ങനെയോ ഈ റോഡിൻ്റെ കാര്യം ആരോ ചോദിച്ചപ്പോൾ അതിന് അനുവദിക്കും, ബഡ്ജറ്റിൽ ഉണ്ടാവും എന്ന് PC ജോർജ് പറഞ്ഞതനുസരിച്ച് ബഡ്ജറ്റ് പോലും നോക്കാതെ, ഇതിനെക്കുറിച്ച് യാതൊരു വിവരം അറിയാതെ ഇതിന് പൈസ അനുവദിച്ചു എന്ന് പറഞ്ഞ് എട്ടുകാലി മമ്പുഞ്ഞു കളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ കരാറുകാരനെ എങ്ങനെയും പൂർണ്ണമായിട്ട് ഒഴിവാക്കി അയാളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം, ആ കരാറുകാരിൽ ബിനാമിയാണോ ചില നേതാക്കന്മാർ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്ന തരത്തിലാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് ഒന്ന് തുറന്നു നോക്കിയിട്ട് വേണ്ടേ ജനങ്ങളോട് പറയാൻ ഇതിന് 33 കോടി രൂപ അനുവദിച്ചെന്ന്. ഇവിടെ പൈസ ഇല്ല എന്നുള്ളത് ജനങ്ങൾ അറിയണം. ഇത് തട്ടിപ്പായിരുന്നു ജനങ്ങൾ അറിയില്ല, അല്ലെങ്കിൽ നാളെ നമ്മളോട് ചോദിക്കില്ലേ.